ഉണ്ടാക്കാൻ പോകുന്ന ചക്കക്കൂഞ്ഞി എന്ന് പറയുന്നത് ചക്കയുടെ കൂഞ്ഞിയില്ലേ, അതുകൊണ്ട് നമ്മളൊരു ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അതിനാദ്യം ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. എന്നിട്ട് സബോളയും പച്ചമുളകും ശക്കല ഉപ്പിട്ട് കേട്ടോ. എനിക്ക് ഈ നമ്മുടെ കടുക് പൊട്ടിയിട്ട് കഴിഞ്ഞ് നമ്മുടെ സബോള ഇടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തെറിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. അതാണ് ഞാൻ പെട്ടെന്ന് ഫോൺ അങ്ങ് മാറ്റിയത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുക. ചക്ക എന്ന് പറയുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നല്ലേ ചക്കയുടെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ചക്കയുടെ ചോള, ചക്കക്കുരു, പിന്നെ ചക്കയുടെ ഈ കൂഞ്ഞി, നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ആ മുള്ള് വരത്തെ ആ ഫ്രണ്ടിലത്തെ കവറിങ് മാത്രം നമ്മൾ ചക്കയുടെ കളയത്തുള്ളൂ അല്ലേ. ബാക്കിയെല്ലാം നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ ചക്കക്കുഞ്ഞി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല, ജസ്റ്റ് പരീക്ഷണമാണ് കേട്ടോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാമെന്ന് ഓർത്ത്. പക്ഷെ കഴിച്ചു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേത് നന്നായിട്ട് ഉപ്പിടുമ്പോൾ നമുക്ക് വേഗം സബോള വാടിക്കിട്ടും കേട്ടോ. അങ്ങനെ എരിവ് ആവശ്യത്തിന് ലേശം 2 പച്ചമുളക് ഇട്ടുള്ളായിരുന്നു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. പിന്നെ ചക്കക്കുരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്കക്കുരു തോരൻ, ഇതുപോലുള്ള ചക്കയുടെ ഐറ്റംസ്, അങ്ങനെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത് നമ്മൾ ഈ ബീഫൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പം കൊത്തുന്ന പോലെ ഇതുപോലെ ആയിട്ട് തേങ്ങ പീസാക്കി ഇടണം, ഇതുപോലെ കട്ട് ചെയ്തിടണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കണം. ഇളക്കി ഇങ്ങനെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എരിവ്, ചിലവർക്ക് എരിവ് കൂടുതൽ വേണമായിരിക്കും, ചിലവർക്ക് എരിവ് കുറവ് വേണമായിരിക്കും. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എരിവിടുക. എരിവിട്ടതിന് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടതിന് എരിവല്ല ഇടണ്ട, മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാ തേങ്ങാക്കൊത്തൊക്കെ എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് നല്ലതുപോലെ ഇളക്കണം കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് കൂട്ടിയൊന്നും വെക്കണ്ട, പതുക്കെ വെച്ചാൽ മതി. പതുക്കെ തീ ചെറുതായിട്ട് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കുറച്ച് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഗരം മസാല ഇടണം. ഗരം മസാല ഇടുക. എല്ലാം കൂടെ പൊടിച്ചതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടും ഗരം മസാല. നമ്മളിതെല്ലാം കൂടെ പൊടിച്ച് ആക്കിയതാണ്. അങ്ങനെ ഗരം മസാല ഇട്ട് അതും ഇട്ടതിന് ശേഷം നന്നായിട്ട് ആദ്യമേ ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം ഗരം മസാല ഇട്ട് പിന്നെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഇതാണ് നമ്മുടെ ചക്കക്കൂമ്പ് കേട്ടോ. ചക്കയുടെ കൂമ്പ് അല്ല, കൂമ്പ് മുടക്കും, ചക്കയുടെ കൂഞ്ഞി, കൂമ്പല്ല കേട്ടോ, കൂഞ്ഞി. ആ ചക്കയുടെ കൂഞ്ഞി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അത് ഇളക്കുക കേട്ടോ. ഇളക്കി നന്നായിട്ട് എല്ലായിടത്തും ആ കൂഞ്ഞിയുടെ എല്ലാം നമ്മുടെ ആ ഗ്രേവി എല്ലായിടത്തും ആകത്തക്ക വിധം നന്നായിട്ട് ഇളക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് ഈ ചോറും ഐറ്റംസ്. കഞ്ഞിയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. വേറെ ഏതൊരു ഫുഡിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കഞ്ഞിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് പറയാൻ എനിക്ക് ഒരു നാണക്കേടിൽ അഭിമാനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. രാവിലെ ആണെങ്കിലും കിട്ടിയ എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഞാൻ കഞ്ഞി കുടിക്കാൻ, അന്ന് ഉച്ചയ്ക്ക് എനിക്ക് കഞ്ഞി കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനപ്പോൾ അന്ന് കഞ്ഞിയായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ ഈ ചക്കക്കുഞ്ഞിയുടെ ഇങ്ങനത്തെ കറി, പക്ഷേ ഈ ചക്കക്കുഞ്ഞിയൊക്കെ നമ്മളിങ്ങനെ കറി വെക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് നല്ലത് കേട്ടോ. കഞ്ഞിയുടെ കൂടെ അത്രയും മാച്ചിങ്ങല്ല, ചോറാണ് നല്ലത്. എന്നിട്ട് തീ കൂട്ടി വെച്ചു കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് അത് പിന്നെ ഇളക്കി എല്ലാം വെച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച്, വേഗണ വെള്ളം, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. ഇതിന് ശേഷം മൂടി വെച്ച് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കഞ്ഞി കുടിക്കാൻ, എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമുള്ള ഒന്നായതുകൊണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതങ്ങ് അടച്ച് നമുക്ക് വേഗണമല്ലോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം ഇതിനകത്ത് നോക്കിയിട്ടാണെങ്കിൽ ഈ കളർ തോന്നുന്നു കേട്ടോ. നല്ല കളറുണ്ടായിരുന്നു. വെന്ത് കണ്ടോ, നല്ല ഈ ഒരു കളറിലായി. അതിനുശേഷം ഞാൻ കഞ്ഞിയും പിന്നെ ചക്കക്കുരു തോരനും പിന്നെ ഈ കൂഞ്ഞി ഇറച്ചിക്കറിയും, പിന്നെ നമ്മുടെ കുഞ്ഞി ഇറച്ചിക്കറി പോലെ വെക്കുന്നതാണ് അങ്ങനെ പറഞ്ഞ കേട്ടോ. പിന്നെ പാവയ്ക്ക വറുത്തതും ഒക്കെ കൂട്ടി നല്ല സുഖമായിട്ട് കഞ്ഞി കുടിച്ചു കേട്ടോ. ഏതൊരു ഫുഡ് കഴിക്കുന്നതിനേക്കാളും എന്തൊരു സുഖമല്ലേ, നല്ല ചൂട് കഞ്ഞിയും കഞ്ഞിവെള്ളവും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ അല്ലേ, നല്ല സുഖമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് കഞ്ഞി, ചോറ് ഐറ്റംസ്. ചോറിനോടാണ് എനിക്ക് കൂടുതലും താല്പര്യം കേട്ടോ. അപ്പം ഞാനിങ്ങനായിരുന്നു എൻ്റെ ഫുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയും കേട്ടോ.
അപ്പം ടാറ്റാ ബൈ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, സൂപ്പറാണ് കേട്ടോ. അപ്പം ഓക്കെ ബൈ ടാറ്റാ.